നിവിൻ പോളിയുടെ ഡെലൂലു, സർവം മായയിലൂടെ തിളങ്ങി ഈ താരപുത്രി. അഖിൽ സത്യൻ സംവിധാനം ചെയ്ത സർവം മായ എന്ന ചിത്രത്തിലെ ഡെലൂലു എന്ന കഥാപാത്രത്തെ തിരയുകയാണ് ആരാധകർ. ചിത്രത്തിൽ നിവിൻ പോളിക്കും അജു വർഗീസിനും ഒപ്പം ഡെലൂലു എന്ന കഥാപാത്രം കയ്യടി നേടുന്നുണ്ട്. നടി റിയ ഷിബുവാണ് ഡെലൂലുവായി ചിത്രത്തിൽ എത്തിയിരിക്കുന്നത്. നിർമ്മാതാവ് ഷിബു തമീൻസിൻ്റെ മകളാണ് 20-കാരിയായ റിയ. ഓൾ വി ഇമാജിനാസ്, ലൈറ്റ്, മുറ, ഡ്യൂഡ് തുടങ്ങിയ ചിത്രങ്ങളിലൂടെ ശ്രദ്ധേയനായ നടൻ ഹൃദുവിൻ്റെ സഹോദരി കൂടിയാണ് റിയ. പിതാവിൻ്റെ പാത പിന്തുടർന്ന് നിർമ്മാണത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന റിയ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ കൂടിയാണ്. ഇൻസ്റ്റഗ്രാമിൽ 5 ലക്ഷത്തിലധികം ഫോളോവേഴ്സ് ഉണ്ട് താരത്തിന്. തഗ്സ്, മുറ, വീരധീര സൂരൻ തുടങ്ങിയ ചിത്രങ്ങൾ HR പിക്ചേഴ്സിൻ്റെ ബാനറിൽ റിയ നിർമ്മിച്ചതാണ്. RRR പോലെയുള്ള ബിഗ് ബജറ്റ് ചിത്രങ്ങൾ കേരളത്തിൽ വിതരണത്തിന് എത്തിക്കുന്നതിലും റിയ മുഖ്യ പങ്കുവഹിച്ചിട്ടുണ്ട്. 19-ാം വയസ്സിൽ നിർമ്മാതാവായി എന്ന അപൂർവ നേട്ടവും താരത്തിന് സ്വന്തമാണ്. 2024 പുറത്തിറങ്ങിയ കപ്പ് എന്ന സിനിമയിലൂടെയാണ് റിയ ആദ്യമായി അഭിനയിക്കുന്നത്. ബേസിൽ ജോസഫ് നിർമ്മിക്കുന്ന അതിരടി എന്ന ചിത്രത്തിലും റിയ പ്രധാന വേഷത്തിൽ എത്തുന്നുണ്ട്. സർവം മായ എന്ന ചിത്രത്തിൻ്റെ വിജയത്തിൽ കൂടിയാണ് സംവിധായകൻ അഖിൽ സത്യൻ നായികയായ റിയ ഷിബുവും പ്രതീക്ഷിച്ച വിജയം യാഥാർത്ഥ്യമായെന്ന് പറഞ്ഞു. നായികയുടേതായ ഭാരമൊന്നുമില്ലാതെ വീട്ടിലെ ഒരംഗത്തെ പോലെയാണ് റിയ. കഥാപാത്രത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ തന്നെ ചെയ്യാൻ സമ്മതിച്ചുവെന്നും അഖിൽ സത്യൻ പറഞ്ഞു. ഡെലൂലു എന്നത് ഒരു പുതിയ കഥാപാത്രമാണല്ലോ എന്ന് തോന്നിയതായി റിയ പറഞ്ഞു. ചിത്രം കഴിഞ്ഞപ്പോൾ എല്ലാവരും നല്ല സന്തോഷത്തിലായിരുന്നു. അഖിൽ സത്യൻ്റെ നേതൃപാടവമാണ് മറ്റുള്ളവരും സന്തോഷത്തോടെ ഇരിക്കാൻ കാരണമെന്നും റിയ ഷിബു കൂട്ടിച്ചേർത്തു. ദുബായിൽ മാതൃഭൂമി പത്രത്തിനു വേണ്ടി സംസാരിക്കുകയായിരുന്നു ഇരുവരും. സർവം മായ എന്ന ചിത്രത്തിൻ്റെ വിജയ നിമിഷം താൻ ആസ്വദിക്കുന്നുണ്ടെന്ന് അഖിൽ സത്യൻ പറഞ്ഞു. പ്രതീക്ഷിച്ച വിജയം യാഥാർത്ഥ്യമായി. തിരക്കഥ എഴുതുന്നതിനാണ് സമയമെടുത്തത്. 6 മാസം കൊണ്ട് ഷൂട്ടിംഗ് തീർത്ത് പടം റിലീസ് ചെയ്യാൻ സാധിച്ചു. നിവിൻ സിനിമ ചെയ്യാമെന്ന് ഏറ്റതോടെയാണ് ധൈര്യം വന്നത്. അടുത്ത കാലത്ത് വന്നിട്ടുള്ള ബ്ലോക്ക് ബസ്റ്റർ ചിത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഒരു കുടുംബ ചിത്രമാണിത്. ഞാനടക്കമുള്ളവർ കണ്ടു വളർന്നിട്ടുള്ളത് അത്തരം ചിത്രങ്ങളാണ്. അത്തരം ചിത്രങ്ങൾ തിയേറ്ററുകളിൽ എത്തിക്കുന്നു എന്നത് വലിയൊരു സൂചനയാണ്. അജു വർഗീസിനെ ആ വേഷത്തിലേക്ക് നിർദ്ദേശിച്ചത് നിവിനാണ്. നിവിനും അജുവിൻ്റെ തിരിച്ചുവരവ് കുറേ നാളായി ആഗ്രഹിച്ചിരുന്നതാണ്. അജുവും കൂടി കാസ്റ്റിംഗിലേക്ക് വന്നതോടെ അദ്ദേഹം വളരെ സന്തോഷവാനായെന്നും പറഞ്ഞു. ഈ സിനിമയിലെ റിയയുടെ കഥാപാത്രത്തെ തിയേറ്ററിൽ കാണുമ്പോൾ പ്രേക്ഷകർക്ക് തോന്നുന്ന പുതുമ കളയാതിരിക്കാനാണ് ശ്രമിച്ചത്. തിയേറ്ററിൽ അതിൻ്റെ പൂർണ്ണത കിട്ടാനാണ് റിയയുടെ പേര് ഒരിടത്തും പരാമർശിക്കാതിരുന്നത്. അതിൻ്റെ ഗുണമുണ്ടായെന്നാണ് തോന്നുന്നത്. മുറ എന്ന ചിത്രം റിയയാണ് നിർമ്മിച്ചത്. ഏറ്റവും പ്രായം കുറഞ്ഞ നിർമ്മാതാവ് എന്ന നിലയിൽ റിയയുടെ ഒരു അഭിമുഖം കാണാനിടയായി. ഞാൻ എഴുതിയ നായികയുടെ അതേ രൂപമായിരുന്നു റിയയ്ക്ക്. പിന്നെ ഇൻസ്റ്റഗ്രാം നോക്കിയപ്പോൾ നന്നായി ഹ്യൂമർ ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലായി. നല്ല മിടുക്കിയാണ്. ആവശ്യപ്പെട്ടപ്പോൾ തന്നെ സിനിമ ചെയ്യാമെന്ന് പറഞ്ഞു. പുറത്തു വളർന്ന ഒരു കുട്ടിക്ക് മലയാളം വായിക്കാൻ അറിയാം എന്ന് പറഞ്ഞത് എന്നെ അത്ഭുതപ്പെടുത്തി. വീട്ടിലെ ഒരു അംഗത്തെ പോലെയാണ് റിയ. നായികയുടേതായ ഭാരവുമൊന്നുമില്ല. വാ എന്ന് പറഞ്ഞാൽ വരും, പോ എന്ന് പറഞ്ഞാൽ പോകും. അഖിൽ സത്യൻ കൂട്ടിച്ചേർത്തു. ഇങ്ങനെയൊരു കഥാപാത്രം വളരെ എക്സൈറ്റ്മെൻറ്റോടു കൂടിയാണ് ചെയ്തതെന്ന് റിയ ഷിബു പറഞ്ഞു. ഇതൊരു പുതിയ കഥാപാത്രമാണല്ലോ എന്ന് തോന്നി. പ്രേതം എന്ന് കേട്ടപ്പോൾ പേടിപ്പിക്കുന്ന DSC റിയ ഓർമ്മ വന്നു. പക്ഷേ ഇതൊരു റിയലിസ്റ്റിക്കായ സമീപനമാണ്. എൻ്റെ കഥാപാത്രത്തെ സർപ്രൈസായി വെച്ചിരിക്കുകയായിരുന്നു. വീരധീര സൂരൻ ആണ് ഒടുവിൽ നിർമ്മിച്ച ചിത്രം. ഡയലോഗ് തെറ്റുമോ എന്നുള്ള പേടിയൊന്നും വേണ്ടെന്ന് അഖിൽ ചേട്ടൻ പറഞ്ഞിരുന്നു. അഭിനയിക്കുമ്പോൾ അതിൽ ശ്രദ്ധ കൊടുക്കണം. എല്ലാവരും ഹാപ്പി ആയിരുന്നുവെന്നാണ് പ്രൊഡക്ഷൻ സൈഡിൽ നിന്ന് മനസ്സിലായത്. അഖിൽ ചേട്ടൻ ക്യാപ്റ്റനായി ചിരിച്ചിരുന്നതാണ് നമ്മൾ ഹാപ്പിയായിട്ടിരിക്കാൻ കാരണം, റിയ വ്യക്തമാക്കി.